2026 എത്തി നിൽക്കുമ്പോൾ മലയാള സിനിമ ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നുപോയി കഴിഞ്ഞു. പുതിയ താരങ്ങൾ, സൂപ്പർ സ്റ്റാർസ്, ക്യാരക്ടർ ആക്ടേഴ്സ്, ലെജൻഡ്സ്, നമ്മൾ ആരാധിക്കുന്ന ഈ അഭിനേതാക്കളുടെ 2026 പ്രായം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മലയാള നടൻ ആരാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. 2026 അദ്ദേഹത്തിൻ്റെ വയസ്സ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഏജ് മാറ്റേഴ്സ് അല്ലാത്ത ആ ഒരു ടാലൻറ്റഡ് ആക്ടേഴ്സ് ആരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ആദ്യം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസും കാര്യങ്ങളും കിട്ടാനായിട്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളെ വിട്ടുപോയിട്ടുള്ള നമ്മളുടെ പ്രിയ താരങ്ങളെ, അതായത് നമ്മൾ 2025 വിട്ടുപോയിട്ടുള്ള താരങ്ങളെ ഓർത്ത് നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രണമിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമുള്ളത് മാത്യു തോമസ് ആണ്. മാത്യു തോമസിൻ്റെ 2026 പ്രായമെന്ന് പറയുന്നത് 25 ആണ്. നസ്ലിൻ കെ ഗഫൂറിൻ്റെ 2026 പ്രായമെന്ന് പറയുന്നത് 26 ആണ്. അടുത്തത് സന്ദീപ് പ്രദീപാണ്. സന്ദീപ് പ്രദീപിൻ്റെ 2026 പ്രായമെന്ന് പറയുന്നത് 29 ആണ്. അടുത്തത് സംഗീത് പ്രതാപാണ്. സംഗീത് പ്രതാപിൻ്റെ 2026 പ്രായമെന്ന് പറയുന്നത് 31 ആണ്. അടുത്തത് ഹൃദു ഹരുണാണ്. ഹൃദു ഹരുണിൻ്റെ 2026 പ്രായമെന്ന് പറയുന്നത് 26 ആണ്. അടുത്തത് ഷെയ്ൻ നിഗമാണ്. ഷെയ്ൻ നിഗമിൻ്റെ 2026 പ്രായമെന്ന് പറയുന്നത് 31 ആണ്. അടുത്തത് ഗണപതിയാണ്. ഗണപതിയുടെ 2026 പ്രായമെന്ന് പറയുന്നത് 31 ആണ്. അടുത്തത് ലുക്മാൻ അവറാനാണ്. ലുക്മാൻ അവറാൻ്റെ 2026 പ്രായമെന്ന് പറയുന്നത് 36 ആണ്. അടുത്തത് ഷെബിൻ ബെൻസൺ ആണ്. ഷെബിൻ ബെൻസൻ്റെ 2026 പ്രായമെന്ന് പറയുന്നത് 31 ആണ്. അടുത്തത് ചന്തു സലീം കുമാറാണ്. ചന്തു സലീം കുമാറിൻ്റെ 2026 പ്രായമെന്ന് പറയുന്നത് 28 ആണ്. അടുത്തത് മാധവ് സുരേഷ് ആണ്. മാധവ് സുരേഷിൻ്റെ 2026 പ്രായമെന്ന് പറയുന്നത് 27 ആണ്. അടുത്തത് അരുൺ അജിത് കുമാറാണ്. അരുൺ അജിത് കുമാറിൻ്റെ 2026 പ്രായമെന്ന് പറയുന്നത് 26 ആണ്. അപ്പോൾ ഇവരിൽ ആരെയാണ് നിങ്ങൾ ഫ്യൂച്ചർ സൂപ്പർ സ്റ്റാറായി കാണുന്നത്? 10 വർഷത്തിന് ശേഷം ഇവരിൽ ആരായിരിക്കും ഇൻഡസ്ട്രി റൂൾ ചെയ്യുക? നെക്സ്റ്റ് മോഹൻലാൽ മമ്മൂട്ടി ജനറേഷൻ ഇവരിലുണ്ടോ? തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തത് ടൊവിനോ തോമസ് ആണ്. ടൊവിനോ തോമസിൻ്റെ 2026 പ്രായമെന്ന് പറയുന്നത് 37 ആണ്. അടുത്തത് ഗോകുൽ സുരേഷ് ആണ്. ഗോകുൽ സുരേഷിൻ്റെ 2026 പ്രായമെന്ന് പറയുന്നത് 33 ആണ്. അടുത്തത് ബേസിൽ ജോസഫ് ആണ്. ബേസിൽ ജോസഫിൻ്റെ 2026 പ്രായമെന്ന് പറയുന്നത് 36 ആണ്. അടുത്തത് പ്രണവ് മോഹൻലാൽ ആണ്. പ്രണവ് മോഹൻലാലിൻ്റെ 2026 പ്രായമെന്ന് പറയുന്നത് 36 ആണ്. അടുത്തത് ആൻ്റണി വർഗീസ് ആണ്. ആൻ്റണി വർഗീസിൻ്റെ 2026 പ്രായമെന്ന് പറയുന്നത് 37 ആണ്. അടുത്തത് ഷൈൻ ടോം ചാക്കോയാണ്. ഷൈൻ ടോം ചാക്കോവിൻ്റെ 2026 പ്രായമെന്ന് പറയുന്നത് 43 ആണ്. അടുത്തത് ദുൽഖർ സൽമാൻ ആണ്. ദുൽഖർ സൽമാൻ്റെ 2026 പ്രായമെന്ന് പറയുന്നത് 43 ആണ്. അടുത്തത് നിവിൻ പോളിയാണ്. നിവിൻ പോളിയുടെ 2026 പ്രായം 42 ആണ്. അടുത്തത് സൗബിൻ ഷാഹിർ ആണ്. സൗബിൻ ഷാഹിറിൻ്റെ 2026 പ്രായമെന്ന് പറയുന്നത് 45 ആണ്. അടുത്തത് ഷറഫുദ്ദീൻ ആണ്. ഷറഫുദ്ദീൻ്റെ 2026 പ്രായമെന്ന് പറയുന്നത് 42 ആണ്. അടുത്തത് ഫഹദ് ഫാസിലാണ്. ഫഹദ് ഫാസിലിൻ്റെ 2026 പ്രായം 44 ആണ്. അടുത്തത് പൃഥ്വിരാജ് സുകുമാരനാണ്. പൃഥ്വിരാജ് സുകുമാരൻ്റെ 2026 പ്രായമെന്ന് പറയുന്നത് 45 ആണ്.
അടുത്തത് അർജുൻ അശോകനാണ്. അർജുൻ അശോകന്റെ 2026 പ്രായമെന്ന് പറയുന്നത് 33 അടുത്തത് റോഷൻ മാത്യു ആണ്. റോഷൻ മാത്യുവിൻ്റെ 2026 പ്രായം 34 അടുത്തത് ശ്രീനാഥ് ബാസിയാണ്. ശ്രീനാഥ് ബാസിയുടെ 2026 പ്രായം 38 അടുത്തത് ആസിഫ് അലിയാണ്. ആസിഫ് അലിയുടെ 2026 പ്രായം 40 അടുത്തത് ഉണ്ണി മുകുന്ദനാണ്. ഉണ്ണി മുകുന്ദൻ്റെ 2026 പ്രായം 44 അടുത്തത് അജു വർഗീസ് ആണ്. അജു വർഗീസിൻ്റെ 2026 പ്രായം 41 അടുത്തത് സണ്ണി വെയിൻ ആണ്. സണ്ണി വെയിൻ്റെ 2026 പ്രായം 43 അടുത്തത് വിഷ്ണു ഉണ്ണികൃഷ്ണനാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ 2026 പ്രായം 39 അപ്പോൾ 40 കഴിഞ്ഞിട്ടും യൂത്ത് റോൾസ് ചെയ്യാൻ പറ്റുന്ന താരം ഇതിൽ ആരാണെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. 2026 ബോക്സ് ഓഫീസ് കിങ് ഇതിൽ ആരായിരിക്കും എന്ന് നിങ്ങളുടെ പ്രഡിക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കമൻറ്റ് ചെയ്യുക. 40s പീക്ക് പെർഫോമൻസ് കാണിക്കുന്ന ആ ഒരു ആക്ടർ ആരാണ് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തത് ഇന്ദ്രജിത്ത് സുകുമാരനാണ്. ഇന്ദ്രജിത്ത് സുകുമാരൻ്റെ 2026 പ്രായം 47 അടുത്തത് ജൂഡ് ആൻ്റണിയാണ്. ജൂഡ് ആൻ്റണിയുടെ 2026 പ്രായം 44 അടുത്തത് ജയസൂര്യയാണ്. ജയസൂര്യയുടെ 2026 പ്രായം എന്ന് പറയുന്നത് 48 അടുത്തത് ചെമ്പൻ വിനോദ് ജോസ് ആണ്. ചെമ്പൻ വിനോദ് ജോസിൻ്റെ 2026 പ്രായം 50 അടുത്തത് വിനായകനാണ്. വിനായകൻ്റെ 2026 പ്രായം 41 അടുത്തത് സുരാജ് വെഞ്ഞാറമൂടാണ്. സുരാജ് വെഞ്ഞാറമൂടിൻ്റെ 2026 പ്രായം 50 അടുത്തത് സുനിൽ സുഗതയാണ്. സുനിൽ സുഗതയുടെ 2026 പ്രായം 52 അടുത്തത് സുധീർ കരമനയാണ്. സുധീർ കരമനയുടെ 2026 പ്രായം 55 അടുത്തത് കോട്ടയം നസീറാണ്. കോട്ടയം നസീറിൻ്റെ 2026 പ്രായം 53 അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏജ് കൂടുമ്പോൾ ആക്ടേഴ്സ് മെച്യൂർഡ് ആകുമോ? സുരാജും വിനായകനും പെർഫോമൻസ് നിങ്ങളെ അതിശയിപ്പിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തത് ബിജു മേനോനാണ്. ബിജു മേനോൻ്റെ 2026 പ്രായം 56 അടുത്തത് സലീം കുമാറാണ്. സലീം കുമാറിൻ്റെ 2026 പ്രായം 57 അടുത്തത് ദിലീപാണ്. ദിലീപിൻ്റെ 2026 പ്രായം 59 അടുത്തത് മനോജ് കെ ജയനാണ്. മനോജ് കെ ജയൻ്റെ 2026 പ്രായം 60 അടുത്തത് അലൻസിയർ കി ലോപ്പസ് ആണ്. അലൻസിയറിൻ്റെ 2026 പ്രായം 61 അടുത്തത് ജയറാമാണ്. ജയറാമിൻ്റെ 2026 പ്രായം 61 അടുത്തത് സായി കുമാറാണ്. സായി കുമാറിൻ്റെ 2026 പ്രായം 63 അടുത്തത് സിദ്ദിഖാണ്. സിദ്ദിഖിൻ്റെ 2026 പ്രായം 65 അടുത്തത് ലാലാണ്. ലാലിൻ്റെ 2026 പ്രായം 68 അടുത്തത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിയുടെ 2026 പ്രായം എന്ന് പറയുന്നത് 68 അടുത്തത് മുകേഷാണ്. മുകേഷിൻ്റെ 2026 പ്രായം 70 അടുത്തത് ലാലു അലക്സ് ആണ്. ലാലു അലക്സിൻ്റെ 2026 പ്രായം 72
അടുത്തത് ബാലചന്ദ്ര മേനോനാണ്. ബാലചന്ദ്ര മേനോൻ്റെ 2026 പ്രായം എന്ന് പറയുന്നത് 72 അപ്പോൾ ഇവരിൽ ഏജ് നമ്പർ മാത്രമാവുന്ന തെളിയിക്കുന്ന താരമാരാണെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. കണ്ടൻറ് സിനിമകൾക്ക് ഏറ്റവും സ്യൂട്ട് ചെയ്യുന്ന ഒരു നടൻ ഇതിലാരാണെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തത് വിജയരാഘവനാണ്. വിജയരാഘവൻ്റെ 2026 പ്രായം എന്ന് പറയുന്നത് 75 അടുത്തത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയുടെ 2026 പ്രായം 75 അടുത്തത് മോഹൻലാലാണ്. മോഹൻലാലിൻ്റെ 2026 പ്രായം 66 അടുത്തത് മധുവാണ്. മധുവിൻ്റെ 2026 പ്രായം 93 അപ്പോൾ 70 കഴിഞ്ഞിട്ടും നമ്മുടെ സ്ക്രീൻ റൂൾ ചെയ്യുന്ന ഈ മമ്മൂട്ടി, മോഹൻലാൽ പോലെയുള്ള താരങ്ങളാണോ അതോ നമ്മളുടെ ഇപ്പോൾ യങ് ജനറേഷനുള്ള താരങ്ങളാണോ നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. 2025 ഇവരെക്കാൾ പവർഫുൾ പെർഫോമൻസ് കാണിച്ചിട്ടുള്ള ഒരു താരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ ഏജാണ് അല്ലെങ്കിൽ ഏജാണ് ഇതിൽ സിനിമാ താരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇതുപോലുള്ള വീഡിയോകൾ കാര്യങ്ങൾ സജഷൻ എന്തെങ്കിലും കാര്യമായിട്ട് തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതുപ്രകാരം നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.